സംവിധായകൻ സത്യനന്ദിക്കാട് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം റിലീസിന് മുൻപ് തിയേറ്ററിൽ പോയി കാണുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് ഒരു സീനിൽ പോലും ചിരി വന്നില്ല. അദ്ദേഹത്തിന്റെ മുൻപിറങ്ങിയ ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടതുപോലെ ഇതുമാകുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ആ സിനിമയുടെ ചരിത്രം മറ്റൊന്നായിരുന്നു. ബോക്സ് ഓഫീസിൽ വിജയമായി 175 ദിവസം തിയേറ്ററിൽ ആ സിനിമ ഓടി. പറഞ്ഞു വരുന്നത് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നാടോടിക്കാറ്റ് സിനിമയെ പറ്റിയാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. ദാസനും വിജയനുമായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട്. സാധാരണക്കാരായ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാധാരണവും അസാധാരണവുമായ സംഭവങ്ങൾക്കൊപ്പം 1980കളിൽ നിലനിന്നിരുന്ന തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമൊക്കെയാണ് ഈ സിനിമയ്ക്ക് പ്രമേയമായി നിന്നത്. കാലം ഇത്ര കഴിഞ്ഞിട്ടും തൊഴിലില്ലായ്മ പോലുള്ള സാമൂഹിക സാഹചര്യങ്ങൾക്ക് മാറ്റമില്ലാത്തതും ഈ സിനിമയിലെ കഥാപാത്രങ്ങളും അതിലെ സാഹചര്യങ്ങളും നമുക്കെപ്പോഴും റിലേറ്റബിൾ ആവും. കാലിഫോർണിയയിലേക്കുള്ള ഒരു ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിട്ട് ദാസനെയും വിജയനെയും അറബികളാക്കി മാറ്റിയ ഗഫൂർക്കയും നാടൻ മലപ്പുറം കത്തി മുതൽ മെഷീൻ ഗണ്ണ് വരെ കയ്യിലുള്ള പവനായി ദാസനെയും വിജയനെയും സിഐഡികളാക്കി മാറ്റിയ അനന്തൻ നമ്പ്യാരും അവശ്യഘട്ടത്തിൽ ആശ്രയവും സഹായവുമായി എത്തിയ രാധയുമൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ പകരക്കാരില്ലാത്ത കഥാപാത്രങ്ങളാണ്. ഈ സിനിമയിലെ പാട്ടുകളും ഡയലോഗുകളും മലയാളികളുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളവയാണ്. വൈശാഖ സന്ധ്യ എന്ന പാട്ട് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ബുദ്ധി എന്താണ് നമുക്ക് നേരത്തെ തോന്നാത്തതെന്നാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ കിട്ടുമ്പോഴോ നമ്മൾ പറയാറ്. എന്തെങ്കിലും പണി കിട്ടുമ്പോഴോ മലപ്പുറം കത്തി അമ്പും വില്ലും പവനായി ശവമായി അങ്ങനത്തെ ഡയലോഗുകളും. അങ്ങനെ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും ഡയലോഗ്സും ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗങ്ങളാണ്. സിദ്ദിഖ് ലാൽ എന്ന തുടക്കക്കാരുടെ തലയിൽ ഉരുത്തിരിഞ്ഞ കഥ തങ്ങളുടെ ശൈലിയിൽ ശ്രീനിവാസനും സത്യനന്ദിക്കാടും അവതരിപ്പിച്ചപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് എക്കാലത്തെയും ആക്ഷേപഹാസ്യ ചിത്രമായ നാടോടിക്കാറ്റ്. ഇനി ഒരിക്കൽ കൂടിയെങ്കിലും മലയാളികളുടെ ദാസനും വിജയനും ഒന്നിക്കുന്ന സിനിമ കാണണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും. അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.